സിമ്പിളായിട്ട് വീട്ടിൽ എഗ് പപ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അധികം ബുദ്ധിമുട്ടില്ലാതെ കടയിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എഗ് പപ്സ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും ചേർക്കുന്നുണ്ട്. ഇത് നോക്ക്, കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് 3 മുട്ട പുഴുങ്ങി വയ്ക്കുക. അതിലേക്ക് പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് സവാള പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് സവാള കൊത്തി അരിഞ്ഞിടാം. പിന്നെ ഒരു ഇത്തിരി നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് ഏത് പപ്സാണ് ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എഗ് പപ്സാണോ അല്ലെങ്കിൽ വെജാണോ ചിക്കൻ പപ്സാണോ എന്നൊന്ന് പറയാട്ടോ. എനിക്കിഷ്ടം എഗ് പപ്സാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് മാത്രമേ നമ്മൾ ഇടുകയുള്ളൂ. പിന്നെ പൊടികളാണ് ഇടുന്നത്. പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, വേണമെങ്കിൽ ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഇത് 3ഉം ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം. അതിനുശേഷം ഒരു നുള്ളു വെള്ളം ഒഴിക്കുക. അതായത് 3-4 സ്പൂൺ വെള്ളം മതി കേട്ടോ. അത് നന്നായിട്ട് ഈ സവാള ഒന്ന് വെന്ത് കിട്ടാൻ മാത്രം മതി. പിന്നെ അതിൻ്റെ നമ്മൾ പഫ് പേസ്ട്രി ഉണ്ടാക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് മൈദയിൽ ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴയ്ക്കുക. അതിലേക്ക് പിന്നെ അത് കുഴച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ട ഒരു മിക്സില്ല, അതെന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവറും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്ത മിക്സാണ്. അത് നമ്മൾ ഈ മൈദപ്പൊടിയിലൊന്ന് തേച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് നമ്മൾ ചുരുട്ടുക. പിന്നെ പൊറോട്ടക്ക് നമ്മൾ ചുറ്റിയെടുക്കുന്നത് ചുറ്റിയെടുക്കുക. എന്നിട്ട് അത് വീണ്ടും പരത്തുക. അപ്പോൾ കുറച്ചൊരു ലെയറാവും, ഒരു ക്രിസ്പിനെസ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ആ മിക്സ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് അത് വീണ്ടും പരത്തുക. പരത്തിയതിന് ശേഷം നടുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ലെയർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി പരത്തിയിട്ടുണ്ട്. അധികം ഒരു പൂരിയുടേതിനെക്കാട്ടും കുറച്ചും കൂടി വലിപ്പത്തിൽ പരത്തിയാൽ മതി. തിക്നെസ്സും ഒന്ന് നേരിയതായിട്ട് വേണം കേട്ടോ. നൈസായിട്ട് പരത്തരുത്. പിന്നെ ഈ പൂരിയുടെ മൈദ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഇതിന് അരികിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കോഴിയുടെയൊക്കെ ഉണ്ടാക്കണവർ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. അതെങ്ങനെയായാലും കുഴപ്പമില്ല. സംഭവം നല്ല കിടിലൻ ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. മൈദപ്പൊടി കുഴയ്ക്കുക, ഈ ഫില്ലിങ് ഉണ്ടാക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് നല്ല ക്രിസ്പിയായിട്ട് മുരിച്ചെടുക്കുക. അപ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.